ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് 2 ഐറ്റമാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം 1 തുടങ്ങി, പിന്നെ അത് 2 മൂന്നാമതൊരു ഐഡിയയും കൂടി വന്നായിരുന്നു. അത് ഞാൻ എന്താണെന്ന് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മളിവിടെ ഇലാസ്റ്റിക് വയർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ലെങ്ത് ആയിട്ടാണ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് എടുത്തേക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മളിതാ ജംപ് റിംഗ് എന്ന് പറയില്ലേ, നമ്മൾ ആ ഒരു റൗണ്ടിലുള്ള ഒരു റിങ് ഉണ്ടല്ലോ, കൊളുത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് കൊണ്ടുവന്നിട്ട് നല്ലപോലെ തയ്ച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ ഇലാസ്റ്റിക് വയറാണ്, പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോരും. അതുകൊണ്ട് ഒരു വട്ടം കെട്ടിയോണ്ട് ഒരു കാര്യമില്ല. നമ്മൾ 2-3 കെട്ട് നല്ലപോലെ കെട്ടി കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മളിവിടെ എടുക്കുന്നത് റെഡ് കളർ ബീഡാണേ. റെഡും ഗോൾഡനും ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഈ റെഡും ഗോൾഡൻ ആണല്ലോ എന്ന് വിചാരിക്കേണ്ട. ഞാൻ ഇപ്രാവശ്യം എടുത്തതിൽ ഈ റെഡ് കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ റെഡ് തന്നെ ചൂസ് ചെയ്തത്. പക്ഷേ ഗോൾഡൻ കളർ ബീഡ് തീരെ ക്വാളിറ്റി ഇല്ല കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതാ റെഡ് കളർ ബീഡ് 2 കോഡിൻ്റെയും കൂടിയും ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് കൊണ്ടുവന്നിട്ട് ആ ഏറ്റവും അറ്റത്തേക്ക് കൊണ്ടുവന്നിടാം. അതിന് ശേഷം ഒരു സൈഡിൽ നമ്മൾ ഒരു ഗോൾഡൻ കളർ ബീഡാണ് ഇടുന്നത്. അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പുറത്തെ സൈഡിലും ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കുക. ഈ ഗോൾഡൻ കളർ ബീഡ് ഭയങ്കര ക്വാളിറ്റി കുറവാണ്. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഇളകി പോരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് പുറത്ത് സെയിലിനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഭയങ്കര മോശമാണ്. കളറും ഭയങ്കര ഒരുമാതിരി കളറാണ് കേട്ടോ. ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടി അത് എടുത്തു എന്ന് മാത്രം. അപ്പോൾ വീണ്ടും റെഡ് കളർ 2 സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം വീണ്ടും ഓരോ ഗോൾഡൻ കളറും കൂടി, അതായത് ഒരു റെഡ്, ഒരു ഗോൾഡൻ, ഒരു റെഡ്, ഒരു ഗോൾഡൻ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലേ, അങ്ങനെ നമ്മൾ റെഡ്, ഒരു ഗോൾഡൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചേച്ചി എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. ഇപ്പം ഞാൻ ചെയ്തതിൽ ഇപ്പോൾ എനിക്ക് ആ ഒരു സൈസ് അനുസരിച്ച് വരുന്നത് ഈ റെഡും ഗോൾഡനും ബീഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലെ ബീഡ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആദ്യം എടുത്തിട്ട് വേണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ റെഡ് കളർ ബീഡ് എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്കായിട്ട് നമ്മളിങ്ങനെ കോർത്ത് കൊടുക്കുക. നമ്മൾ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ കോർത്ത് കൊടുത്ത് നന്നായിട്ട് വലിച്ചു മുറുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പായിട്ട് കിട്ടും. റൗണ്ട് ഷേപ്പ് കണ്ടോ, ഇങ്ങനെ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ റെഡ് കളറല്ലേ ഇട്ടത്, അതുകൊണ്ട് നമ്മളിനി 2 സൈഡിലും എന്തിടുക, ഗോൾഡൻ കളർ ബീഡ് ഇടുക. അതിന് ശേഷം വീണ്ടും റെഡ് ഇടുക. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നിട വിട്ട് എന്നുള്ള പാറ്റേൺ ഉണ്ടല്ലോ, അതുപോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ ഇടുക, റെഡ് ഇടുക, വീണ്ടും ഗോൾഡൻ ഇടുക. എന്നിട്ട് നമ്മൾ വീണ്ടും റെഡ് വെച്ചിട്ട് 2 സൈഡും വലിച്ചിട്ട് അങ്ങോട്ട് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ഫ്ലവർ ഷേപ്പായിട്ട് വരും കേട്ടോ. കാണിച്ചു തരാം. ഇങ്ങനെ റെഡ് ബീഡ് എടുക്കുക, ഒരു ത്രെഡിൻ്റെ ഈ സൈഡ് കൂടെ ഇടുക, മറ്റേ പുറത്തുനിന്ന് മറ്റേ ത്രെഡും കൂടി കയറ്റുക. കണ്ടോ, ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൂടി കയറ്റിയിട്ട് അത് 2 സൈഡും നന്നായിട്ട് വലിച്ച് മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും, അഴിഞ്ഞു പോരില്ല. ഒരു ലോക്ക് പോലെയൊക്കെ നിന്നോളൂ കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് അഴിഞ്ഞു പോരുമൊന്നുമില്ല. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ഷേപ്പും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമ്മളിത് ചെയ്തെടുക്കുക കേട്ടോ. കണ്ട് ഇപ്പോൾ ഷേപ്പ് നോക്കിയേ, സെൻറ്ററിലൊക്കെ ഓരോ റെഡ് കളർ ബീഡും പിന്നെ 2 സൈഡിലും റെഡും ഗോൾഡനും കൂടിയിട്ടുള്ളൊരു മിക്സായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ലെങ്ത്ത് ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഫുള്ള് വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന സുഖമൊന്നും ഉണ്ടാവില്ല നമ്മൾ മുഴുവൻ കോർത്തുന്നത് വീഡിയോയിൽ കാണിച്ചാലേ. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് സെക്ഷനാണ്. ലാസ്റ്റിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ ഗോൾഡൻ, റെഡ്, ഗോൾഡൻ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു റെഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ലാസ്റ്റ് പോർഷൻ. ഞാൻ ഇത്ര ലെങ്ത്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, 2 ഒരു സൈഡിലേക്കായി പോരുത്, ഇപ്പുറത്തേക്കായിട്ട് വലിച്ചു മുറുക്കണം. എനിക്കിപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഊരി എടുത്തിട്ട് വീണ്ടും ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ മുത്തിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ നല്ലപോലെ വലിച്ചിട്ട് കെട്ടി കൊടുക്കുക. കാരണം ഇനി നമ്മളിതിൽ ഇടാൻ പോകുന്നത് ആ കൊളുത്താണ്, ജംപറിങ് എന്ന് പറഞ്ഞല്ലോ, അതാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിടണതിന് മുന്നേ നമ്മൾ ഈ മുത്തൊന്ന് അവിടെ ടൈ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് ലൂസായി പോരും. കാരണം കയ്യിലേക്കൊക്കെ വലിച്ചിടുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ ലൂസാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് കെട്ടി കൊടുക്കുന്നത്. ഈ റിങ് എടുത്തിട്ടുണ്ട്, അതും ഇതിൽ നല്ലപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക കേട്ടോ. ഒരു 2-3 കെട്ടൊക്കെ കെട്ടുന്നതായിരിക്കും നല്ലത്. ഇതിങ്ങനെ കെട്ടി കൊടുക്കുക. ഇനി അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ഒരുക്കി കൊടുക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ. ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അതിന് ശേഷം ഇങ്ങനെ ഒരു കൊളുത്തിട്ടിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ ഇയറിങ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനൊരു വയർ എടുത്തിട്ടുണ്ട്, ഗിയർ വയർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ എടുക്കാം. എന്നതിന് ശേഷം നമ്മൾ റെഡും ഗോൾഡനും ആണല്ലോ നമ്മുടെ കോംബോ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെഡ് ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതേപോലെ ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം ലെങ്ത് ഒന്നും വേണ്ട, കാരണം നമുക്ക് ഇയറിങ്സിൻ്റെ ലെങ്ത് അല്ലേ വേണ്ടത്, നമ്മൾ ബ്രേസ്ലെറ്റിന് എടുത്ത് അത്ര ലെങ്ത് ഒന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ബ്രേസ്ലെറ്റിൻ്റെ അതേ മോഡൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേ തന്നെ എടുത്തേക്കുന്നത്. റെഡും ഗോൾഡനും അതേപോലെ ഒരു ഫ്ലവർ ഷേപ്പ് പോലെ ആക്കി എടുക്കുന്നത്. വീണ്ടും ഞാൻ 2 റെഡ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഗോൾഡൻ ബീഡ് എടുത്തിട്ട് നമ്മൾ ടൈ ചെയ്യാറില്ലേ, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് അതുപോലെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഒരെണ്ണത്തിലിട്ടു. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ ഗോൾഡൻ റിങ് ചെറുതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നല്ലപോലെ വലിച്ച് മുറുക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വലിച്ച് മുറുക്കുമ്പോൾ അതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. മറ്റേലിട്ട പോലെ വീണ്ടും 2 റെഡ് ഇടാഞ്ഞത് ലെങ്ത്ത് കൂടിപ്പോകും. നമ്മൾ ഇയറിങ്സ് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്ര ചെറുതിൽ നിർത്തിയത്. ഇപ്പോൾ നമ്മളിവിടെ ഗോൾഡൻ കളർ ഇട്ടുകൊണ്ട് തന്നെ ഇനി നമുക്ക് 2 സൈഡിലും ഇടേണ്ടത് റെഡ് കളറാണേ. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡൻ കളർ ഇട്ട് ടൈ ചെയ്തുകൊണ്ട് തന്നെ ഇനി നമ്മൾ 2 സൈഡിലും ഇടാൻ പോകുന്നത് റെഡ് കളർ ബീഡാണ്. ഒരു സൈഡിൽ റെഡ് കളർ ബീഡ് ഇട്ടു. ഇതിലാവുമ്പോൾ കോർത്ത് കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ മറ്റേ ഇലാസ്റ്റിക് വയർ പോലെയല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കോർക്കൽ കഴിയും. കാരണം ഇതിങ്ങനെ കമ്പി പോലെയാണല്ലോ, സൂചി പോലെ നിൽക്കുന്നതുകൊണ്ടേ. ഇലാസ്റ്റിക് വയർ ആകുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ചിലപ്പോൾ അപ്പുറത്തേക്ക് പോയി ഇപ്പുറത്തേക്ക് പോയൊക്കെ ടൈം എടുക്കും. വീണ്ടും ഞാനൊരു ഗോൾഡൻ കളർ ബീഡ് 2 സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് റെഡ് കളർ ബീഡ് ഇടാം. റെഡ് കളർ ബീഡ് ഇട്ടിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കായിട്ട് ഇങ്ങനെ വയറിട്ടിട്ട് നല്ലപോലെ ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുഞ്ഞ് പാറ്റേൺ ആക്കി ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇയറിങ്സ് ആയതുകൊണ്ടാണ്. ഇങ്ങനെ നല്ലപോലെ വലിച്ചു കൊടുക്കുക. ഇപ്പം നോക്കിയേ, ഇപ്പം നമ്മുടെ ഇവിടെ സെൻറ്ററിൽ വന്നിരിക്കുന്നത് റെഡ് കളറാണ്. അപ്പം ഇനി നമ്മൾ 2 സൈഡിൽ ചെയ്ത് കൊടുക്കണം, ഗോൾഡൻ കളറാണ് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ 2 സൈഡിലും ഗോൾഡൻ കളർ ബീഡ്സ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും റെഡ് കളർ ബീഡാണ് ഇടുന്നത്. റെഡ് കളർ ബീഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വരും. ഇനി അതിന് ശേഷം ഗോൾഡൻ കളർ ബീഡ് ഇട്ടിട്ട് 2 പുറത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മുറുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇനി നമ്മൾ വീണ്ടും റെഡ് കളർ ബീഡ് ഇട്ടു കേട്ടോ. ഒരു 4 എണ്ണം ഈ ഷേപ്പിൽ ഇത്ര ലെങ്ത്തും കൂടി മതിയാവും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മോഡലിന്. അപ്പോൾ റെഡ് ഇട്ടിട്ട് അതിന് ശേഷം ഗോൾഡൻ ഇട്ടു, വീണ്ടും ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര ലെങ്ത്ത് മതി കേട്ടോ. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കുക, റൗണ്ട് ഷേപ്പിൽ വളച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ സെൻറ്ററിൽ നമ്മൾ മുന്നിട്ടുള്ള റെഡ് ബീഡ് ഉണ്ടല്ലോ, അതിൻ്റെ 2 സൈഡിൽ കൂടിയും ഈ ബാക്കി വരുന്ന ഈ കോഡ് ഇങ്ങനെ കയറ്റി കൊടുക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം അതിലൊരു ലെയർ വന്നതാണല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ കുറച്ച് പാടുണ്ടാകും. അപ്പോൾ ശ്രദ്ധിച്ച് കയറ്റുക. പിന്നെ ഇത് ഈ വയറായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് ബലം പിടിക്കരുത്. എന്നിട്ട് കൈ വെച്ചിട്ട് ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. അല്ലാണ്ട് ചുറ്റരുത്, ഒരു മയത്തിലൊക്കെ ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ചുറ്റിയെടുക്കുക. ഒരു കുറച്ചിങ്ങനെ ചുറ്റിയ ഒരു ഭംഗിയിൽ പിരിച്ചെടുക്കണേ, കാരണം ഇയറിങ്സിൽ അത് കാണാൻ പാടില്ല, അതിൻ്റെ ആ ഒരു വൃത്തികേട് തരാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് മടക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലിടാൻ പോകുന്നത് ഈ റിങ്ങാണ്. കാരണം നമുക്ക് ഹാങ് ചെയ്ത് കിടക്കണ്ടേ, ആ റിങ് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ മെല്ലെ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട്, ഞാൻ ഇവിടെ കത്രിക വെച്ചിട്ടാണ് ചെയ്യാറ്. ടൈറ്റ് ചെയ്യാനുള്ള ആ പ്ലെയർ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ കടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ടൈറ്റ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഒരെണ്ണം കൂടി അതിലിട്ട് കൊടുക്കണേ. അപ്പോൾ ഞാനത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേത് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി, അപ്പോൾ ഞാനത് കുടഞ്ഞെടുത്തതാണ് കേട്ടോ. മറ്റേതും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഇയറിങ്സിൻ്റെ ഹാങ്ങിങ് ആയിട്ട് വരുന്ന ആ സാധനം ഉണ്ടല്ലോ, അതും ഇതിൽ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ ബ്രേസ്ലെറ്റിന് മാച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയല്ലേ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം കൂടിയും ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കമ്മൽ പോലല്ലോ, 2 എണ്ണം വേണ്ടേ. അപ്പോൾ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്, പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം.